രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കാൻ പോന്ന അതീവ പ്രാധാന്യമുള്ള ഒരു നയതന്ത്ര കൂടിക്കാഴ്ചയ്ക്കായിരുന്നു സ്വിറ്റ്സർലൻഡ് വേദിയായത്. ദീർഘനാളത്തെ ശത്രുതയ്ക്കും വാക്പോരുകൾക്കും ഒടുവിൽ അടുത്തിടെ ഒപ്പുവെച്ച ചരിത്രപരമായ ധാരണാപത്രത്തിന്റെ തുടർച്ചയായുള്ള ചർച്ചകൾക്കായി ഇറാനിയൻ അമേരിക്കൻ പ്രതിനിധി സംഘങ്ങൾ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒന്നിച്ചിരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോകരാജ്യങ്ങളെല്ലാം അതീവ പ്രതീക്ഷയോടെയാണ് ഈ ചരിത്ര മുഹൂർത്തത്തെ വീക്ഷിച്ചിരുന്നത്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധഭീതിക്ക് ഈ ചർച്ചകളിലൂടെ ഒരു താൽക്കാലിക ശമനമുണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ ശുഭപ്രതീക്ഷകളോടെ ആരംഭിച്ച ഈ സമാധാന ചർച്ചകൾ മിനിറ്റുകൾക്കകം വലിയൊരു നയതന്ത്ര പ്രതിസന്ധിയിലേക്കും നാടകീയ രംഗങ്ങളിലേക്കുമാണ് വഴിമാറിയത്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കടുത്ത പ്രസ്താവനയാണ് സമാധാന ശ്രമങ്ങളെ പാടെ തകിടം മറിച്ചത്. ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ ഇരുവിഭാഗവും നയതന്ത്രപരമായി മര്യാദകൾ പാലിച്ചിരുന്നുവെങ്കിലും ട്രംപിന്റെ വാക്കുകൾ പുറത്തു വന്നതോടെ സ്വിസ് ചർച്ചാവേദി പൂർണ്ണമായും നിശബ്ദമാവുകയും പിന്നീട് അത് വലിയൊരു പ്രതിഷേധത്തിന് വഴിവെക്കുകയുമാണ് ഉണ്ടായത്. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ്, വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാഗ്ചി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ഉന്നതതല സംഘമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ ചരിത്ര ചർച്ചകളിൽ പങ്കെടുക്കാനെത്തിയിരുന്നത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വിദേശ നയ രൂപീകരണത്തിലും നിർണായക സ്വാധീനമുള്ള ഈ രണ്ട് നേതാക്കളുടെ സാന്നിധ്യം തന്നെ ഈ ധാരണാപത്രത്തിന് ഇറാൻ എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു. ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാണെന്ന വ്യക്തമായ സന്ദേശവുമായാണ് അവർ സ്വിറ്റ്സർലൻഡിലെത്തിയത്. മറുഭാഗത്ത് അമേരിക്കയെ പ്രതിനിധീകരിച്ച് US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് ചർച്ചകളിൽ പങ്കെടുത്തത്. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങളുടെ മുഖ്യ വക്താവായ JD വാൻസ് അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇറാനുമായുള്ള പുതിയ ധാരണകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സ്വിറ്റ്സർലൻഡിലെത്തിയത്. ഇരുപക്ഷത്തെയും ഈ പ്രമുഖ നേതാക്കൾ ഒരേ മേശയ്ക്ക് ഇരുവശത്തുമായി ഇരുന്നപ്പോൾ അതൊരു പുതിയ നയതന്ത്ര യുഗത്തിന്റെ തുടക്കമാണെന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ ഈ ചർച്ചകൾ തത്സമയം പുരോഗമിക്കുന്നതിനിടയിലാണ് ഒരു പ്രമുഖ അമേരിക്കൻ ടെലിവിഷൻ ചാനലിന് ഡൊണാൾഡ് ട്രംപ് നൽകിയ അഭിമുഖം പുറത്തുവരുന്നത്. ആഗോളതലത്തിൽ വൻ സ്ഫോടനമുണ്ടാക്കിയ ഒരു പരസ്യ പ്രസ്താവനയാണ് ട്രംപ് നടത്തിയത്. ഇറാനെയും ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപാതയായ ഹോർമുസ് കടലിടുക്കിനെയും അമേരിക്കൻ സൈന്യം കയ്യേറുമെന്നും അവിടെ അധിനിവേശപ്പെടുത്തുമെന്നുമായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചത്. ഒരു വശത്ത് ഔദ്യോഗിക ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് പരസ്യമായി അധിനിവേശ ഭീഷണി മുഴക്കിയത്. ആഗോള എണ്ണക്കടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാഡീഞരമ്പായ ഹോർമുസ് കടലിടുക്കിനെ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ ഈ ഭീഷണി ഇറാൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമായാണ് ഇറാൻ ഈ പ്രസ്താവനയെ വിലയിരുത്തിയത്. ചർച്ചകൾക്കായി ഒരേ മുറിയിൽ ഇരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ രാജ്യത്തെ വിഴുങ്ങുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് ചർച്ചാവേദിയിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യാൻ ഇറാൻ തീരുമാനിക്കുകയായിരുന്നു. ട്രംപിന്റെ ഈ വിവാദ പരാമർശം ചർച്ചാമുറിയിൽ എത്തിയ ഉടൻ തന്നെ ഇറാനിയൻ പ്രതിനിധി സംഘം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫും വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാഗ്ചിയും അമേരിക്കൻ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിച്ചു. തങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചർച്ച നടത്താമെന്ന് അമേരിക്ക കരുതേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയ ഇറാനിയൻ സംഘം നിമിഷങ്ങൾക്കകം ചർച്ചകൾ പൂർണ്ണമായി ബഹിഷ്കരിച്ച് ഹാളിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു. ഇറാനിയൻ പ്രതിനിധികളുടെ ഈ അപ്രതീക്ഷിത ഇറങ്ങിപ്പോക്ക് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘത്തെയും സ്വിസ് മധ്യസ്ഥരെയും പൂർണ്ണമായും ഞെട്ടിച്ചു. സമാധാന ചർച്ചകൾക്ക് വൻ തിരിച്ചടിയേൽപ്പിച്ച ഈ നീക്കം അന്താരാഷ്ട്ര സമൂഹത്തെ നിരാശയിലാഴ്ത്തി. ചർച്ചകൾ പുനരാരംഭിക്കാൻ സ്വിസ് അധികൃതർ അടിയന്തരമായി ഇടപെട്ടുവെങ്കിലും അമേരിക്ക തങ്ങളുടെ അധിനിവേശ പ്രസ്താവന തിരുത്താതെ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിലായിരുന്നു ഇറാൻ പ്രതിനിധികൾ. ഇറങ്ങിപ്പോക്കിന് പുറമെ നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചയായ മറ്റൊരു കടുത്ത തീരുമാനം കൂടി ഇറാൻ സംഘം കൈക്കൊണ്ടു. ചർച്ചകളുടെ വിജയകരമായ തുടക്കം കുറിക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംയുക്ത ഫോട്ടോ സെഷൻസ് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള US സംഘത്തോടൊപ്പം ഒരേ വേദിയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പോലും മുഹമ്മദ് ബാഖർ ഗാലിബാഫും അരാഗ്ചിയും പൂർണ്ണമായി വിസമ്മതിച്ചു. അമേരിക്കയുമായി യാതൊരുവിധ സൗഹൃദ പ്രകടനങ്ങൾക്കും ഇനി തങ്ങളില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകിയത്. മിനിറ്റുകൾക്കുള്ളിൽ മാറിമറിഞ്ഞ ഈ നാടകീയ സംഭവ വികാസങ്ങളെയും അതിന്റെ ആഗോള പ്രത്യാഘാതങ്ങളെയും കുറിച്ച് ലോകം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു ചരിത്രപരമായ സന്ധി സംഭാഷണമാണ് ട്രംപിന്റെ ഒരൊറ്റ പ്രസ്താവനയിലൂടെ തകർന്നടിഞ്ഞത്.
ഈ സംഭവങ്ങൾ പശ്ചിമേഷ്യയിലും ആഗോളതലത്തിലെയും രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങളിലെ അസ്ഥിരതയും പ്രവചനാതീതമായ സ്വഭാവവുമാണ് ഈ വലിയ പ്രതിസന്ധിക്ക് കാരണം. സ്വന്തം വൈസ് പ്രസിഡന്റായ JD വാൻസിന്റെ നേതൃത്വത്തിൽ സ്വിറ്റ്സർലൻഡിൽ ഔദ്യോഗിക ചർച്ചകൾ നടക്കുമ്പോൾ പ്രസിഡന്റ് തന്നെ അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് അമേരിക്കൻ നയതന്ത്ര രംഗത്തെ ഏകോപനമില്ലായ്മയാണ് കാണിക്കുന്നത്. ഇത് അമേരിക്കയുടെ വിശ്വാസ്യതയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് കയ്യേറുമെന്ന ട്രംപിന്റെ ഭീഷണി വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയായി കാണാൻ കഴിയില്ലെന്ന് റിഫാദ് ജാവേദ് നിരീക്ഷിക്കുന്നുണ്ട്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 1/3 കടന്നു പോകുന്ന ഈ തന്ത്രപ്രധാന മേഖലയിൽ ഒരു അമേരിക്കൻ അധിനിവേശം ഉണ്ടായാൽ അത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങളെ എത്തിച്ചേക്കാം. ഇറാന്റെ സാമ്പത്തിക ഭദ്രതയുടെയും സൈനിക ശക്തിയുടെയും കേന്ദ്രമായ ഹോർമുസിനെ തൊട്ടുള്ള കളിക്ക് കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ ഇതിനകം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. ഇറാനിയൻ പ്രതിനിധികളായ ഗാലിബാഫിന്റെയും അരാക്ചിയുടെയും നിലപാട് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുൻപിൽ തല കുനിക്കാത്ത വീര്യമുള്ള ഭരണകൂടമാണ് തങ്ങളുടേതെന്ന് രാജ്യത്തിനകത്ത് തെളിയിക്കാൻ ഈ ഇറങ്ങിപ്പോക്കിലൂടെ അവർക്ക് സാധിച്ചു. പ്രത്യേകിച്ചും വിദേശകാര്യമന്ത്രി അരാക്ചി അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ നിലപാടുകൾ ശക്തമായി അവതരിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുള്ള നേതാവാണ്. JD വാൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം വലിയൊരു നയതന്ത്ര പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപ് ഭരണകൂടത്തിലെ രണ്ടാമനായിട്ടും ഒരു പ്രധാനപ്പെട്ട രാജ്യാന്തര ചർച്ച വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സ്വിറ്റ്സർലൻഡ് ഇതിനകം തന്നെ ഈ വിഷയത്തിൽ തങ്ങളുടെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളിലെയും ചർച്ചാമേശയിലേക്ക് തിരിച്ചെത്തിക്കാൻ സ്വിസ് നയതന്ത്രജ്ഞർക്ക് പിന്നിൽ തീവ്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും കടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിലും ഈ സംഭവ വികാസങ്ങൾ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹോർമുസ് കടലിടുക്കിലെ അധിനിവേശ ഭീഷണിയും ചർച്ചകൾ തകർന്ന വാർത്തയും പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇറാനിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന അമേരിക്കയുമായി ഇനി യാതൊരു ചർച്ചയും വേണ്ടെന്ന വികാരമാണ് ടെഹ്റാനിൽ ശക്തമാക്കുന്നത്. ഈ നയതന്ത്ര നാടകത്തിൽ മറ്റു വൻ ശക്തികളായ റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകളും നിർണായകമാകും. ഇറാനുമായി അടുത്ത സാമ്പത്തിക സൈനിക ബന്ധമുള്ള ഇരു രാജ്യങ്ങളും അമേരിക്കയുടെ അധിനിവേശ ഭീഷണിയെ ശക്തമായി അപലപിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ പ്രതിനിധികൾ ചർച്ചാവേദി വിട്ടതോടെ അടുത്തിടെ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ ഭാവി പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാണ്. പ്രാദേശിക സമാധാനത്തിന് അടിത്തറയാക്കേണ്ടിയിരുന്ന ഈ കരാർ നടപ്പിലാകുന്നതിന് മുൻപ് തന്നെ തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്നു. അമേരിക്കൻ മാധ്യമങ്ങളും ഡൊണാൾഡ് ട്രംപിന്റെ ഈ പുതിയ നീക്കത്തെ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് രാജ്യത്തിന്റെ നയതന്ത്ര മര്യാദകൾക്ക് നിരക്കാത്തതാണെന്ന് പ്രമുഖ US പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ മറ്റ് അറബ് രാജ്യങ്ങളും അതീവ ജാഗ്രതയോടെയാണ് ഈ സംഭവങ്ങളെ നോക്കിക്കാണുന്നത്. US-ഉം ഇറാനും തമ്മിൽ ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയാൽ അത് തങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷയെയും സാമ്പത്തിക താൽപര്യങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇറാനിയൻ പ്രതിനിധി സംഘം തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വിസ് തലസ്ഥാനത്ത് തുടരുകയാണ്. ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ നയതന്ത്ര നാടകങ്ങളിൽ ഒന്നാണ് സ്വിറ്റ്സർലൻഡിൽ അരങ്ങേറിയത്. സമാധാനത്തിന്റെ വാതിലുകൾ തുറക്കുമെന്ന് കരുതിയ വേദി ഒരു പുതിയ യുദ്ധപ്രഖ്യാപനത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറി. റിഫാദ് ജാവേദ് സൂചിപ്പിക്കുന്നത് പോലെ വരും മണിക്കൂറുകളിൽ അമേരിക്കയും ഇറാനും സ്വീകരിക്കുന്ന നിലപാടുകളായിരിക്കും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ സമാധാനത്തിലേക്ക് മടങ്ങുമോ എന്ന് നിശ്ചയിക്കുക. ലോകം ഇപ്പോൾ കനത്ത ആശങ്കയോടെ സ്വിസ് ചർച്ചാവേദിയുടെ അടുത്ത നീക്കങ്ങളിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്.